ഹലോ കൂട്ടുകാരെ, വെറുതെ വീട്ടിൽ ഇരുന്നപ്പം കുറച്ച് ചീമയിലേക്ക് കുറച്ച് ഉപ്പിലിടാന്ന് വിചാരിച്ച് അച്ചും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മരത്തിന്റെ മൂട്ടിലോട്ട് പോയി നോക്കിയപ്പോൾ വവ്വാല് തള്ളി ഇട്ടിട്ട് കുറച്ച് നെല്ലിക്കയൊക്കെ മരത്തിന്റെ മൂട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ അതൊന്നും പറക്കിയില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, മരത്തിന്റെ മണ്ടയിലോട്ട് അങ്ങോട്ട് ചാടി കയറി. വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല മരത്തിന്റെ മണ്ടയിലോട്ട് കയറാൻ. നെഞ്ചൊക്കെ ഇടിച്ചാണ് കയറിയത്. പിന്നെ കയറി പോണ വഴിക്കുന്ന നെല്ലിക്കയൊക്കെ ഞാൻ പറിച്ച് അവന്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ മണ്ടയിലോട്ട് കയറിയിട്ട് കുറച്ച് ചില്ലകൾ എന്നെ ഓടിച്ചങ്ങ് താഴെ ഇട്ട്. അങ്ങനെ എനിക്ക് മരം ഒന്ന് കുലുക്കാൻ തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ മരം ഒന്ന് നന്നായിട്ട് കുലുക്കി. അപ്പോഴത്തേക്ക് എറുമ്പുകളെല്ലാം കൂടെ എന്നെ ഒന്ന് ആക്രമിച്ചായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, താഴെ ഇറങ്ങി. ഉറുമ്പുകളെയും തട്ടിക്കളഞ്ഞ് തൊട്ടപ്പുറത്ത് നിന്ന വട്ടയില മരത്തുനിന്ന് രണ്ടുമൂന്ന് വട്ടയിലയും പറിച്ച് ഒടിച്ചിട്ട നെല്ലിക്ക ചില്ലകളിൽ നിന്ന് നെല്ലിക്ക ചെറുത്തെടുത്ത് വട്ടയിലയിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എന്റെ വീട്ടിന്റെ അങ്ങോട്ട് പോണ ഒരു വണ്ടി എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ ആ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു. എന്നെ വീട്ടിന്റെ അവിടെ ആക്കിയ സന്തോഷത്തിന് ഞാൻ കൊണ്ടുവന്ന നെല്ലിക്കന്ന് രണ്ടുമൂന്ന് നെല്ലിക്ക അവർക്കും കൊടുത്തായിരുന്നു. അങ്ങനെ അവർക്ക് നെല്ലിക്കയും കൊടുത്തിട്ട് ഞാൻ വീട്ടിലോട്ട് കയറി ചെന്നപ്പം അമ്മ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേ അമ്മ നെല്ലിക്ക അങ്ങ് വാങ്ങിച്ചങ്ങ് അവിടെ വെച്ചായിരുന്നു. പിന്നെ ഞാൻ അകത്ത് പോയി വലിയൊരു പാത്രം എടുത്തുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ പാത്രം എടുത്തുകൊണ്ട് വന്ന് പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ പിടിച്ചിട്ട് നെല്ലിക്ക അതിലോട്ട് ഇട്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് കലത്തിലോട്ട് വെള്ളമൊക്കെ നിറച്ച് അതിലോട്ട് നെല്ലിക്ക വാരി അങ്ങോട്ട് ഇട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ മുളകും കൂടെ കഴുകി വൃത്തിയാക്കി കൊടുത്തായിരുന്നു. അമ്മ ഉപ്പൊക്കെ ഇട്ടു, മുളകും വാരി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ 2 പീസ് കായവും കൂടെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചട്ടിയിലാക്കി വെച്ചേക്കണം നെല്ലിക്ക ഇതാണ്. അപ്പോൾ ഇതൊരു 4 ദിവസം അടച്ചു വെച്ചിട്ട് നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അച്ചു എവിടെ പോയെന്ന്. അച്ചു വീട്ടിൽ പോയായിരുന്നു കേട്ടാ.